ഒറിജിനൽ കേരള വി ഓപ്ഷൻ അത് 2010 മോഡൽ ഷോറൂം കണ്ടീഷൻ വാഹനം കേട്ടോ. ഒരു റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റോ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ലാത്ത 7 സീറ്റ് വാഹനം. കിലോമീറ്റർ ഓടിയുള്ളത് 2,05,000 കിലോമീറ്ററാണ്. 4 കടുപുത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ചെയ്ത വാഹനം കേട്ടോ. സൈഡ് ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബൂട്ട് സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. LED ടൈലാമ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടേജ് സ്കേറ്റിങ് ബാക്ക് സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ്. ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. അതേപോലെ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം കേട്ടോ. ഒരു 2014-15 ഓടിക്കുന്ന അതൊരു ക്വാളിറ്റി വാഹനം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 4 കടുപുത്തൻ ടയർ ഭാഗങ്ങളാണ് വരുന്നത്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം. അതുപോലെ ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ. നമ്പർ സ്കേറ്റിംഗ് എക്സ്ട്രാ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ സൈഡ് ഭാഗത്തേക്ക് വരുമ്പോൾ ഈ ഒരു ഫെൻഡറിൻ്റെ ഈ ഒരു ഭാഗത്ത് വീലാർച്ച് ക്രോം വർക്കിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ബോഡി സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ക്രോം ചെയ്തിട്ടുണ്ട്. വെതർഷിപ്പിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ക്രോം വർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ എക്സ്ട്രാ ഒരു ഫുഡ് സ്റ്റെപ്പ് നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റിയിലാണ്. ഈ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. 2014-15 ഓടിക്കുന്ന ആ ഒരു ഫീൽഡിൽ ഓടിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർച്യൂണറിൻ്റെ ടൈപ്പ് മിറർ ഈ ഒരു സൈഡ് ഫെൻഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സൈഡ് ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണുള്ളത്. ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടച്ച് ചെയ്ത് പോളിഷ് ചെയ്ത് പക്ക കണ്ടീഷനിലാക്കിയ വാഹനമാണ്. അതേപോലെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴേ എക്സ്ട്രാ നമ്മൾ ടൈലാമ്പി LED ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ ബാക്ക് സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു യൂക്രോം എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഡിക്കി പട്ട എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. സെൻസർ കാര്യങ്ങൾ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും ഉള്ളത്. അതേപോലെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഇൻറ്റീരിയർ ഭാഗമാണ്. 2010 മോഡലിൽ ഇത്ര ക്വാളിറ്റിയിൽ ഇൻറ്റീരിയർ ഭാഗങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിലേ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. അതേപോലെ സീറ്റ് വൈസും കാര്യങ്ങളൊക്കെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും കാണിക്കാൻ കഴിയില്ല. ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട്. 7 സീറ്റ് വാഹനമാണ്. സീറ്റ് വൈസൊക്കെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ. റൂഫും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ. റൂഫും കാര്യങ്ങളൊക്കെ ഒരു 2015 ക്വാളിറ്റി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്കൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ ഇതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് വരുമ്പോഴേ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. പക്ക കണ്ടീഷനാണ് കേട്ടോ. ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ആക്സിഡൻറ്റ് ഹിസ്റ്ററി കാണിക്കാൻ കഴിയില്ല എന്നല്ലേ നമുക്ക് ഗ്യാരണ്ടിയാണ്. സിൽവർ വണ്ടിയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരു മാറ്റ് ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ എൻജിൻ ഭാഗമൊക്കെ പക്ക കണ്ടീഷനാണ്. മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. നിങ്ങൾക്ക് ഒരു 10 ദിവസമൊക്കെ ഇതിൻ്റെ മെക്കാനിക്കൽ നമ്മൾ ഗ്യാരണ്ടി 10 ദിവസമല്ല നമ്മൾ ജസ്റ്റ് പറയാം. 2010 വണ്ടിയാണെങ്കിൽ ഒരു 10 ദിവസം ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് ഓടിച്ചൊരു 10-50 കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് 2010 മോഡൽ ഒറിജിനൽ കേരള വി ഓപ്ഷൻ നിലവിൽ 4ാമത്തെ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്കിംഗ് വാറൻ്റിയൊക്കെ തരും. 2010 മോഡലാണെങ്കിൽ നമുക്കൊരു ചെക്കിംഗ് വാറൻ്റി ഒരു 10 ദിവസമൊക്കെ നിങ്ങൾക്ക് ഈ വാഹനത്തിന് ചെക്കിംഗ് വാറൻ്റി തരും കേട്ടോ. അടുത്ത ടെസ്റ്റ് വരുന്നത് നവംബറിലാണ്. നവംബറിൽ നിങ്ങൾക്ക് ടാക്സ് 5 വർഷത്തിന് വരുന്നത് എത്രയെന്ന് വെച്ചാൽ 11,200 ടാക്സ് നിലവിൽ അടക്കുന്ന 5 വർഷത്തിന് കേട്ടോ. റിന്യൂവൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. നെക്സ്റ്റ് റിന്യൂവൽ ചെയ്യുമ്പോൾ ബോഡി കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും ഒരു വർക്കും ചെയ്യാതെ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്കൊരു 5 വർഷത്തെ ടാക്സിന് വരുന്നത് 11,200 കേട്ടോ. പിന്നെ സർവീസ് ചാർജ് എക്സ്ട്രാ വരും. അപ്പോൾ ഈ വാഹനത്തിന് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് റേറ്റ് വരുന്നത് 6,25,000 രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും. മെക്കാനിക്കലൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്.